കേരളത്തിലെ ബിജെപിയെ വളരെ വലിയ തരത്തിൽ പിടിച്ചുലച്ച സംഭവമായിരുന്നു ബിജെപി ഫണ്ട് തട്ടിപ്പ്. ഇപ്പോൾ ഇതാ ബിജെപി ഫണ്ട് തട്ടിപ്പിലെ പരാതികൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിരവധി പരാതികൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. അച്ചടക്ക സമിതി ഫണ്ട് ക്രമക്കേട് പരാതികൾ പരിശോധിക്കുകയാണെന്നും നടപടി ഉണ്ടാകുമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ബിജെപി നേതൃയോഗത്തിലാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഈ പരാമർശം. നമുക്ക് അഞ്ജു കൂടി തയ്യാറായിട്ടുണ്ട്. അഞ്ജുവിലേക്ക് പോകാം. അഞ്ജു, ഈ ഒരു നേതൃയോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ ഫണ്ട് തട്ടിപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാജീവ് ചന്ദ്രശേഖർ വിദേശയാത്രയൊക്കെ കഴിഞ്ഞു വന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചോദിച്ചപ്പോൾ അങ്ങനെ പരാതികളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല എന്ന് ആണ് അന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. ഇപ്പോഴിതാ ഇങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു ഫണ്ട് തട്ടിപ്പ് ബിജെപിയിൽ കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. തീർച്ചയായും സിന്ധൂരി, അങ്ങനെ തന്നെയാണ്. ഈ BJP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ ഫണ്ട് തട്ടിപ്പ് നടന്നു എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില പരാതികളടക്കം സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും അത് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു പരാതി പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് ആദ്യമൊക്കെ മാധ്യമങ്ങളോട് മറുപടിയായി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നേതൃയോഗത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നു. BJPക്കുള്ളിൽ ഫണ്ട് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നൊരു കാര്യം ശോഭാ സുരേന്ദ്രനും KS രാധാകൃഷ്ണനും അടക്കമുള്ളവരാണ് ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ഇത് അന്വേഷിക്കാനായിട്ട് ഒരു അച്ചടക്ക സമിതി ഇത് അന്വേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചിലർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം പാർട്ടി തലത്തിൽ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ K സോമനെതിരെ അടക്കം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഫണ്ട് തട്ടിപ്പ് നടത്തിയതിൽ K സോമനും ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ K സോമൻ യോഗത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ മാധ്യമങ്ങളിൽ നടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നപ്പോൾ ആരും തന്നെ സംരക്ഷിച്ചില്ല, തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതും നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും BJPക്കുള്ളിൽ ഫണ്ട് തട്ടിപ്പ് ആരോപണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ചിലർക്കെതിരെ നടപടിയെടുത്ത കാര്യം വ്യക്തമാക്കുന്നതും അതുപോലെ തന്നെ അച്ചടക്ക സമിതി പരിശോധിച്ച് ബാക്കി നടപടികൾ എടുക്കുമെന്നുള്ള കാര്യം അറിയിച്ചത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളാണ് ഈ വിഷയം നേതൃയോഗത്തിൽ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ ഒന്നും ഇതുവരെ നേരിട്ട് കണ്ട് കൃത്യമായ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ ഒരു ദിവസം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങളെല്ലാം അറിയിക്കാമെന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചതാണ്. അതനുസരിച്ച് നമ്മൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പോയിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം ഈ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു പ്രതികരണം നടത്തരുത് എന്നടക്കമുള്ള താക്കീതുകൾ കേന്ദ്രത്തിൽ നിന്ന് നേതാക്കൾക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നേതാക്കളൊന്നും ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാതെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഒടുവിൽ BJP നേതൃത്വത്തിന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പാർട്ടിക്ക് തന്നെ സമ്മതിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തൃശ്ശൂരിലെ ഒരു ഫണ്ട് തട്ടിപ്പ് ആരോപണം കൂടി ഇതിൻ്റെ പിന്നാലെ ഉയർന്നു വന്നിരുന്നു. തൃശ്ശൂർ പാർട്ടിക്കുള്ളിൽ ഈ ചാക്ക് കണക്കിന്, അതായത് 17 ചാക്കുകളിലായി 25 കോടിയിലധികം രൂപ കടത്തി എന്നടക്കമുള്ള ഒരു പരാതി വന്നിരുന്നു. ആ പരാതിയിൽ മാനനഷ്ട കേസ് നൽകാനാണ് ഇപ്പോൾ BJP ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം ഉന്നയിച്ച ഓഫീസ് സെക്രട്ടറിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനാണ് ഇപ്പോൾ BJP തീരുമാനമെടുത്തിരിക്കുന്നത്. അക്കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ നേതൃയോഗത്തിലാണ് ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖർ സമ്മതിക്കുന്ന ഒരു കാര്യം. തനിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ച കാര്യവും രാജീവ് ചന്ദ്രശേഖർ സമ്മതിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം സമ്മതിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഈ ആവശ്യം, ഈ ഫണ്ട് തട്ടിപ്പ് ആരോപണം അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഉന്നയിക്കുന്നതിനെ തുടർന്നാണ് അവസാന നിമിഷം രാജീവ് ചന്ദ്രശേഖർ പോലും ഗതികെട്ട് ഇക്കാര്യം സമ്മതിക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത്. സിന്ധൂരി.